ഹായ് ഡിയേഴ്സ്. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു ലോങ് വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മളിപ്പം വീട്ടിലല്ല, നമ്മളിപ്പോൾ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നിൽക്കുന്ന സ്റ്റേയിൽ അവിടെ വെച്ചുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ 7 മണിയായപ്പോഴത്തേക്കും ഞാനും അമ്മയും എഴുന്നേറ്റു. രാവിലെ 7 മണിക്ക് തന്നെ അവിടെ എഴുന്നേൽക്കണം. കാര്യം നമുക്ക് 7 മണിക്കാണ് ക്യാൻറ്റീനിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. നമ്മൾ 7 മണിക്ക് തന്നെ പോയി കഴിക്കണം. നമുക്ക് പിന്നെ പോയാൽ കിട്ടുക, നമുക്കൊരു ടൈമുണ്ട്, കറക്റ്റ് ഫുഡിനായിട്ടുള്ള ഒരു കറക്റ്റ് ടൈം ടേബിളുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ക്യാൻറ്റീനിൽ ചെല്ലണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. ഞാനും അമ്മയും പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി. ഞാനിപ്പോൾ കുറച്ച് നാളുകളുകൊണ്ട് എഴുന്നേൽക്കുന്ന ഒട്ടനെ വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കും. ഇപ്പോൾ ഈ കുടിക്കുന്ന വെള്ളമേ ഉള്ളൂ, പിന്നെ വെള്ളം കുടിക്കുക കണക്കാണ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഫോൺ എടുക്കാറില്ല ക്യാൻറ്റീനിൽ പോകുമ്പോൾ. അപ്പോൾ ഞാൻ മറന്നുപോയി ഫോൺ എടുക്കാനായിട്ട്. പിന്നെ തിരിച്ച് വന്ന് ഇതാണ് നമ്മുടെ ടോക്കൺ. ഈ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും നാളെ രാവിലത്തേക്കുള്ള ടോക്കണൊക്കെ മേടിച്ച് അതുകൊണ്ട് നീ സ്വിച്ചിൻ്റെ മുകളിൽ വയ്ക്കും. അതാകുമ്പം ലൈറ്റ് ഓഫ് ചെയ്യുമ്പം ടോക്കൺ എടുക്കാൻ മറക്കില്ലല്ലോ. പിന്നെ കുറച്ച് നേരം വന്നിരുന്ന് ഫോണൊക്കെ നോക്കി. ഈ ഒരു സൈഡിലാണ് എൻ്റെ ബെഡ് കിടക്കുന്നത്. അപ്പോൾ അവിടെ വന്നിരുന്ന് ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് പിന്നെ നേരെ ഒരു ഉറക്കമാണ്. കാര്യം പ്രത്യേകിച്ച് ഇരുന്ന് ചെയ്യാമല്ലോ, നമുക്ക് ഉച്ചയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്, നമ്മുടെ ടൈം അപ്പോഴാണ്. അപ്പോൾ അതുവരെ നല്ല പോസ്റ്റാണ്. അതുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങി ഒരു സമയമാകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്തും റൂമിലുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വരും. ചിലർ വൈകുന്നേരമൊക്കെ ആവും. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിൽ പാത്തൂൻ്റെയൊക്കെ ഉമ്മായും അവരൊക്കെ പെരുന്നാളിന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, കോഴിക്കോട്. അപ്പോൾ അവിടുന്ന് വന്നപ്പം താത്ത ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കലത്തപ്പമാണെന്ന് തോന്നുന്നു. പിന്നെ എന്തോ ഒരു സ്വീറ്റ്, അതിലൊരെണ്ണത്തിൽ സ്വീറ്റ് നിറച്ചതും ഒരെണ്ണത്തിൽ മീറ്റും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും താത്ത നല്ല അരിപ്പത്തിരിയും ബീഫ് നല്ല വരട്ടി വെച്ച പോലത്തെ അതും കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം. അപ്പോഴത്തേക്കും നമ്മുടെ പാത്തുമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ക്യാൻറ്റീനിലോട്ട് പോയി. ഞാൻ ക്യാൻറ്റീനിൽ പോകുമ്പോൾ ഫോൺ എടുക്കാറില്ല. പിന്നെ ഇന്നിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ ഫോൺ എടുത്തിട്ട് പോയത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല മീൻകറിയും പിന്നെ അച്ചാർ നമുക്ക് കൊണ്ടുപോയി എടുക്കാം. പിന്നെ മീൻകറിയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ വേവിച്ചതും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ മേളിലോട്ട് പോയി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം. നമുക്ക് ഉച്ചയ്ക്കത്തെ ടൈമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ടൈം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലണം. നമുക്കിതിന് മുന്നിൽ തന്നെ ഊബറും കാര്യങ്ങളൊക്കെ വിളിച്ചാൽ വരും. പിന്നെ ഞാൻ ഇതുവരെ ഊബർ വിളിച്ചിട്ടില്ല. ഞാൻ ഒരു വട്ടം വിളിച്ചപ്പം വന്നില്ല, ബ്ലോക്കിൽ പെട്ട് ലേറ്റായി, അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ട വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഏറ്റവും കയറി നേരെ അങ്ങ് പോവും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്തോ വെള്ളത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, എന്തോ അലർജി കൊണ്ട് ഫേസിൽ മൊത്തം ഇങ്ങനെ പിമ്പിൾസ് വന്നു. അപ്പോൾ എനിക്കതിൻ്റെ ഒരു മെഡിസിൻ മേടിക്കാനുണ്ടായിരുന്നു. തൊട്ട് മുകളിൽ മെഡിക്കൽ ഷോപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞാൻ മേളിലോട്ട് നടന്ന് ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. നമുക്കൊരു സമയം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ചെന്നാൽ ആ സമയത്ത് തന്നെ നമ്മളെ വിളിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും, നമ്മൾ തിരിച്ചു വരും. പിന്നെ കുറച്ച് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. അത് നമ്മൾ കോർപ്പറേഷൻ്റെ തന്നെ ഏതെങ്കിലും വേസ്റ്റ് ബോക്സിലോട്ട് ഇടും. പിന്നെ നേരെ ഓട്ടോയിൽ റൂമിലോട്ട് ചെല്ലാം. നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ അധികം സമയമൊന്നുമില്ല. ഒരു അരമണിക്കൂർ 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന കാലത്ത് നമ്മൾ താമസിക്കുന്നിടത്ത് 2-3 പേര് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഇനി അവരുടെ കളികളാണ് മൊത്തം. ഇതെവിടുന്നാ വാങ്ങിച്ച് പറ, ഏച്ചിക്കൂടെ വാങ്ങിക്കാൻ എവിടുന്ന് വാങ്ങിച്ച് അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത കടയിൽ നിന്നാ ആണോ? എന്തോ പറ്റി, എൻ്റെ കയ്യിലെന്തോ കരി പറ്റി. പാത്തു അതിനെ പുറത്ത് കരി വരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കയറി തൊട്ട്, അപ്പോൾ ചേച്ചിൻ്റെ കയ്യിലെല്ലാം ആയി. ഇതെന്താ മീനാ? കുടുങ്ങി, നമ്മുടെ കൈ മീനിൻ്റെ ഇടയിൽ കുടുങ്ങി. ഹായ്. ഞങ്ങള് വീട്ടിൽ ചെല്ലുമ്പോ ഇതിനുള്ള കാര്യമില്ല. ബോസ് ഉണ്ടോ? നമ്മളെ അക്ഷയുടെ ഇത് നമ്മളെ സ്വന്തം അമ്മ. ഇതാണ് നമ്മളെ
ഫാത്തിമ. ഇനിയാണ് ഞാൻ. ഹലോ വീണ്ടും ഇതാണ് നമ്മള് ചേച്ചി. ഫാത്തിമ അതടച്ചോ? എപ്പോ? ഇവരാണ് എൻ്റെ കുട്ടി പട്ടാളങ്ങൾ. ഞങ്ങൾ ആദ്യം അവിടെ ചെല്ലുന്ന ഒരാഴ്ച ഭയങ്കര പോസ്റ്റായിരുന്നു. റൂമിൽ തന്നെ ആരെങ്കിലും കാണുമ്പോൾ ചേച്ചി ചിരിക്കും, ഫുഡ് കഴിക്കാൻ പോകും, തിരിച്ചു വരും, അത്രേ ഉള്ളായിരുന്നു. പിന്നെ അടുത്ത ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ആയിട്ട് പയ്യെ കമ്പനിയൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമുക്ക് ബോറടിക്കത്തേ ഇല്ല. സത്യം പറഞ്ഞാൽ അവിടെ തിരിച്ച് വരാതായിരുന്നു എനിക്കിപ്പോൾ മടി. ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ച് വന്നു. പക്ഷെ വരുമ്പം വരാനായിരുന്നു ഏറ്റവും വിഷമം. കാര്യം അത്രയ്ക്ക് അങ്ങ് അറ്റാച്ച്ഡായി. അവിടെ താമസിക്കുന്ന 2-3 ഫാമിലീസായിട്ടും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് കമ്പനിയായി. അവർക്കും വിഷമമാണ് നമ്മൾ വന്നത്, നമുക്കും വിഷമമായി. പിള്ളേർക്കാണെങ്കിലും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റൂമുകളിലൊന്നും പോയില്ല. അവരെപ്പോഴും ഞങ്ങളെടുത്താണ് വന്നിരിക്കുന്നത് എടുക്കുന്നതൊക്കെ. ഭയങ്കര സ്നേഹവും സന്തോഷവും ഒക്കെയുള്ള ഒരുപാട് ദിവസങ്ങളായിരുന്നു. ഏകദേശം 10, 20, 25 ദിവസത്തോളം ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഒരു മെമ്മറി ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ അതിനുശേഷം പിന്നെ രാത്രിയായി. കുറേ നേരം പിള്ളേരൊക്കെ ആയിട്ടിരുന്ന സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട്, രാത്രിത്തേലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രിയിൽ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണ്ട മാമിക്കുള്ള വെള്ളം, അതിനെ മാമി എന്നാണ് വിളിക്കുന്നത് പിള്ളേർ. മാമിക്കുള്ള വെള്ളമൊക്കെ ആയിട്ട് ഒരാൾ പുറകെ വരുന്നുണ്ട്. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കുന്ന പരിപാടിയും കഴിയും. നമുക്ക് 7 മണിക്കാണ് രാത്രിയിൽ ഫുഡ്. പിന്നെ നേരെ ലിഫ്റ്റ് കയറി ആ റൂമിലൊന്നും ചിലപ്പോൾ സ്റ്റെപ്പ് കയറി വരും, ചിലപ്പോൾ മടി കാരണം ചിലപ്പോൾ ലിഫ്റ്റ് കയറി വരും. പിന്നെ പിള്ളേരൊക്കെ അങ്ങ് പോകും. പിന്നെ കുറേ നേരം ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ഇരിക്കുകയാണ്. കാര്യം ദേഹം അനങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഉറക്കം വരത്തില്ല. പിന്നെ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഉറങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.